ഉറപ്പായിട്ടും നാളെ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് കൈരളിയുടെ റിപ്പോർട്ടർ തന്നെ പറയുന്ന ശുഭപ്രതീക്ഷ ഈ നാട്ടിലുള്ളത് നല്ലതാ. കൈരളിയുടെ റിപ്പോർട്ടർ തന്നെ പറയുകയാണല്ലോ. ഞാനൊന്ന് പറയട്ടെ. ഞങ്ങൾ കൊണ്ടുവന്ന മാറ്റങ്ങളാണ് ഈ കേരളത്തിൽ തലയെടുപ്പോടുകൂടി ഉയർന്നു നിൽക്കുന്ന കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ. നിങ്ങൾ കൊണ്ടുവന്ന ഒരു മെഡിക്കൽ കോളേജിന്റെ പേര് പറ. നിങ്ങൾ പൂട്ടിയ 4 മെഡിക്കൽ കോളേജിന്റെ പേര് ഞാൻ പറഞ്ഞുതരാം. LDF ഗവൺമെന്റ് കേരളത്തിൽ, LDF ഗവൺമെന്റ് CPMന്റെ ആദ്യ ഗവൺമെന്റ്, EMS നമ്പൂതിരിപ്പാടിന്റെ സർക്കാർ തൊട്ട് പിണറായി വിജയന്റെ സർക്കാർ വരെ കൊണ്ടുവന്ന ഒറ്റ മെഡിക്കൽ കോളേജിന്റെ പേര് പറ. നിങ്ങൾ പൂട്ടിയ 4 പേര് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ കൊണ്ടുവന്ന മെഡിക്കൽ കോളേജുകൾ, തലയെടുപ്പോടുകൂടി ഉയർന്നു നിൽക്കുന്ന മെഡിക്കൽ കോളേജുകൾ, ഇതടക്കമുള്ള ആരോഗ്യ മേഖലയ്ക്ക് അനുഭവസാക്ഷ്യമുള്ള നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ പറയുന്നത് തൊട്ടു മുമ്പുള്ള സർക്കാർ ഞങ്ങളുടെ ഏതാ? ഉമ്മൻചാണ്ടി സാറിന്റെ സർക്കാരല്ലേ? എന്തായിരുന്നു ആ സർക്കാരിന്റെ പദ്ധതി? എല്ലാ ജില്ലയിലും ഒരു സർക്കാർ മെഡിക്കൽ കോളേജ്. നിങ്ങൾ എന്താ ചെയ്ത് തന്നിട്ട് ആ മെഡിക്കൽ കോളേജുകളോട് എന്താ ചെയ്തത്? ഇടുക്കിയിലെ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ എന്താ? എന്റെ പാലക്കാട്ടെ മെഡിക്കൽ കോളേജിന് വേറൊരു നവോത്ഥാന പശ്ചാത്തലം കൂടിയുണ്ട്. എന്താ? ഇന്ത്യയിലെ ആദ്യത്തെ പട്ടികജാതി മെഡിക്കൽ കോളേജ് അയ്യങ്കാളിയുടെ മണ്ണില് 10 BA-ക്കാരെ ആഗ്രഹിച്ച് അയ്യങ്കാളിയുടെ മണ്ണില് 100 കണക്കിന് MBBS-കാരെ വർഷാവർഷം കൊടുക്കുന്ന മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നു. എന്താ അവസ്ഥ? എന്റെ സബ്മിഷൻ ഉണ്ട് കേരള നിയമസഭയിൽ മെഡിക്കൽ കോളേജ്, പാലക്കാട് മെഡിക്കൽ കോളേജിനെ പറ്റി മാത്രം. നിങ്ങൾ പൂട്ടിയ 4 മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ എന്താ? അപ്പൊ അതുകൊണ്ട് ഈ നമ്പർ 1 ആരോഗ്യ കേരളമാണെന്ന് വെറുതെ പോസ്റ്റർ അടിച്ചാൽ പോരാ. ആശുപത്രിയുടെ വാതിക്ക് വലിയ ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ, നമ്പർ 1 ആരോഗ്യ കേരളം. ആ ആശുപത്രി കയറുന്ന മനുഷ്യന്മാർക്ക് മൃതശരീരമായിട്ട് പുറത്തോട്ട് വരാതിരിക്കാനുള്ള സാഹചര്യം കൂടി ചെയ്യാനുള്ള ബാധ്യത ഈ സർക്കാരിനുണ്ട്.